സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് 3 മിനിറ്റേ ഉള്ളൂ കഷ്ടി. ശ്രീ എ റഹീം, ആരായിരിക്കും പുതിയ ചുമതലയിലേക്ക് വരിക എന്ന് നിങ്ങളെ സംബന്ധിച്ചൊരു തലവേദനയല്ലേ? വ്യക്തി പ്രധാനമല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. വ്യക്തി ആരാണെന്നുള്ളതല്ല. ഇപ്പോൾ നല്ല ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു വെച്ചിരുന്ന എത്രയോ പേര് പിന്നീട് പേരുദോഷം വന്നു പോയിട്ടുണ്ട്, വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കോടതിയിൽ നിന്ന് പോലും ഇപ്പോഴും വിചാരണ കെട്ടഴിയാതെ കിടക്കുന്നുണ്ട്. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ ആര് എന്നുള്ളതല്ല, ഒരു ഉദ്യോഗസ്ഥരെയും നമ്മൾ മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല. ഉദ്യോഗസ്ഥൻ ആരുമാകട്ടെ, സർക്കാരിന് അഴിമതിയുടെ കാര്യത്തിൽ ശക്തമായൊരു നിലപാടുണ്ട്. അത് അഴിമതി വിരുദ്ധമായ നിലപാടാണ്. സർക്കാർ കഴിഞ്ഞ UDF സർക്കാർ പോലെയാകില്ല. അഴിമതിക്കെതിരെ, അത് സിവിൽ സർവീസിലാകട്ടെ ഏത് മേഖലയിലുമാകട്ടെ, ശ്രീ ജേക്കബ് തോമസ് തുടങ്ങി വെച്ച നല്ല തുടക്കങ്ങളുണ്ട്. അദ്ദേഹം മേധാവിയായിരുന്നപ്പോൾ പുതിയ മേഖലകളിലേക്ക് വിജിലൻസ് പോയി. ആ വഴികളിലൂടെ എല്ലാം തന്നെ വിജിലൻസ് പോകും. അദ്ദേഹം തന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്. അത് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വതന്ത്ര പദവി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശക്തമായി മുന്നോട്ട് പോകും. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ആര് എന്നുള്ളത് സർക്കാരിന് മുമ്പിലൊരു പ്രശ്നമല്ല, സർക്കാരിൻ്റെ നയമാണ് പ്രധാനം. ശരി, ശ്രീ ജോസഫ് പഴക്കൻ, അവസാനമായി കോടതി തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ പോവുകയാണ്. കൂടുതൽ ചിട്ടവട്ടങ്ങളോടെ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം വരികയാണ്. സർക്കാരുമായി സഹകരിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത് എന്ന് ഈ വിധിന്യായവും പറയുന്നു. അപ്പോൾ ജേക്കബ് തോമസ് പോയാലും തിളക്കമുള്ളൊരു വിജിലൻസിന്റെ സാധ്യതകളിലേക്ക് തന്നെയല്ലേ എത്തുന്നത്? അല്ല റഹീം തന്നെ സംബന്ധിച്ച് അദ്ദേഹം പോയി പുതിയ ഞാൻ പറഞ്ഞെന്ന് മാത്രം. DGP റാങ്കിലുള്ള ആളിനെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ TP സെൻകുമാറുണ്ട്, ഹേമചന്ദ്രനുണ്ട്, പിന്നെ ശങ്കർ റെഡ്ഡി ഉണ്ട്. അങ്ങനെയുള്ള വളരെ എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട് കേരള പോലീസിൽ. എങ്കിലും കൊടുക്കാൻ പറ്റിയത് ഇപ്പോൾ തൽക്കാലം നമ്മുടെ ബെഹ്റയ്ക്കാണല്ലോ കൊടുത്തത്. അദ്ദേഹമാണെങ്കിൽ കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള DGP ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് നിരവധി കേസുകളിൽ. അപ്പോൾ വേറൊരാളെ കൊടുക്കാൻ കയ്യിലില്ലാതിരിക്കുക. ഇപ്പം ഇത് ആരെ വെച്ചോണ്ട് അവർ കളിക്കാൻ പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനകത്ത് കേരള പോലീസിലുള്ള ശരി, അവസാനമായി അഡ്വക്കേറ്റ് ജയശങ്കർ, ആർക്ക് കുറി വീഴും? ഞങ്ങൾക്ക് നാഥനില്ലാത്ത അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കളുടെ മറുപടിയോടെ പൂർത്തിയാക്കാം ഈ ചർച്ച. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജേക്കബ് തോമസ് പോയോടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ആവർത്തിക്കുകയാണ്. എല്ലാ കൈക്കൂലിക്കാർക്കും, എല്ലാ അഴിമതിക്കാർക്കും, എല്ലാ കൊള്ളരുതാത്തവർക്കും രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. മീനമാസമാണ്, ചൂടാണ്, കൊതുകുണ്ട് എങ്കിൽ പോലും. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.